ഹലോ ഗൈസ്, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. KL കുട്ടൂസൻ എന്നാണ് പേര്. 8 ലെവലേ ഉള്ളൂ. നമ്മൾ പുതിയതായിട്ട് മെനങ്ങാന്ന് തുടങ്ങിയ അക്കൗണ്ടാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പ്യുവർ സ്കില്ല് വെച്ച് കളിക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്നാ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വീഡിയോയില്ലേ നമ്മളതുകൊണ്ട് വെറൈറ്റിക്ക് എൻ്റെ തന്നെ വേറൊരു അക്കൗണ്ടിലായ ബ്ലാക്ക് ബുൾ 74 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അനിയനായിട്ട് ഫസ്റ്റ് തന്നെ ഐശ്വര്യമായിട്ട് 1v1 കളിക്കാൻ പോകുന്നത്. നമുക്ക് കഷ്ടപ്പെടാം. അവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയറാണ് എന്നാണ് തോന്നുന്നത്. കുറച്ചൊക്കെ ഹെഡ് അടിക്കാറുണ്ട് ഞാൻ നോക്കുമ്പോൾ. ചുമ്മാ പാസ്വേഡ് ഇട്ടിട്ട് റൂം ഇടാൻ. പിന്നെ ഹെഡ് ഷോട്ട് ഉള്ളി റൂം ഇടാൻ നോക്കുന്നത്. അൺലിമിറ്റഡ് ഗ്ലൂവാളിൻ്റെ ഹെഡ് ഷോട്ട് ഉള്ളി റൂം ഇടാൻ. ഇത്രയല്ലേ ഉള്ളു, വേറെ ഒന്നും ഇല്ലല്ലേ. ഓക്കെ, നമുക്ക് റൂം ഇട്ടിട്ട് അവന് ഇൻവൈറ്റ് അടിക്കാം. അങ്ങനെ നമ്മളെ റൂം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അവന് ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് ബുൾ 74 എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അവൻ കളിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് അടിക്കാം. അതിനു മുമ്പ് നമ്മളെ പ്രിസെറ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. നമ്മളെ ക്യാരക്ടർ കറക്റ്റായി ലാസ്റ്റ് തോറ്റിരിക്കും. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് കൊള്ളാമല്ലേ പുതിയ അപ്ഡേറ്റ് വന്ന്. അതാണെങ്കിൽ ഈ BRൽ ഇറങ്ങുമ്പോഴും ഒരു ആനിമേഷൻ കണക്കത്തെ സംഭവമുണ്ട്. അത് നല്ല രസമുണ്ട്, കൊള്ളാം. ഗെയിം അങ്ങനെ സ്റ്റാർട്ടായി. ഒന്നുമില്ല ഇതിനകത്ത്. ഇത് പുതിയ ഫ്രഷ് അക്കൗണ്ടാണ്. MIT വെച്ചാൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. സ്കാർ എടുക്കാം. സ്കാറിലെ വുഡ് പക്കർ എടുക്കാം. സ്കാർ വേണ്ട. ഗ്ലൂ വാൾ എന്തിനാണ് ഞാൻ 3 എടുത്തത്. ഇൻഫിനിറ്റി ഗ്ലൂ വാളായിട്ട് ഒരെണ്ണം എടുത്താൽ മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഡെസേർട്ട് എടുത്തില്ല, അതും എടുക്കുക. വരുന്നവൻ ഗ്ലൂ വാൾട്ട്. അവന് മൂവ്മെൻറ്റ് കുറച്ച് കുറവാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കയറിയില്ല. കയറിയില്ല. 41. ഇതെന്താണ് ഇങ്ങനെ ഒരടിക്ക് 41ഒക്കെയാണ് കയറുന്നത്. തലോടിക്കൊണ്ട് പോയ അടി. വരുന്നു. അതാണ് ഉച്ചി. ഒരെണ്ണം തലയ്ക്ക് കൊള്ളത്തില്ലല്ലോ. ഒന്നാമതിനകത്ത് സ്കിന്ന് പോലും ഇല്ല, അതുകൊണ്ട് നേരെ കൊള്ളത്തില്ല. അതാണ് നമ്മളെ ലക്ഷ്യം. സ്കിന്നില്ലാതെ പ്യുവർ സ്കില്ല് വെച്ചാൽ നമ്മൾ ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. അത് നല്ല ഷോട്ടായിരുന്നു, പക്ഷെ കയറിയില്ല. ടച്ച് കെട്ടി കയറിയിട്ട് ഗ്ലൂ വാളൊന്നും വീഴുന്നില്ല. ഗ്ലൂ വാൾ വീണ് ഒന്നും കയറുന്നില്ല. കുത്തിയിരിക്കുന്നു. ഇപ്പം അടിച്ചു. അവൻ നമ്മളെ തന്നെ അടിച്ചിട്ട് നമ്മൾ അവനെ അടിച്ചിടാൻ നോക്കിയപ്പോൾ അവൻ നമ്മളടിച്ചിട്ട്. നമുക്ക് റൗണ്ട് തിരിച്ചെടുക്കണം. നമുക്ക് റൗണ്ട് പിടിക്കണം. പ്രോപ്പറായിട്ട് കളിക്കണം. MIT തന്നെ നമ്മൾ എടുക്കണം. ഇപ്രാവശ്യം വുഡ് പക്കർ ഡെസേർട്ട് എടുക്കണം. ഇപ്രാവശ്യം അത് മറക്കരുത്. ഗ്ലൂ വാൾ ഒന്നേ എടുത്താൽ മതി. അൺലിമിറ്റഡ് ഗ്ലൂ വാളില്ലേ, 6 റിപ്പയർ കിറ്റ് എടുക്കണം. ഈ റൗണ്ട് നമുക്ക് എടുക്കണം. അല്ലേ അവൻ നമ്മളെ കളിയാക്കും. നമ്മളെ 0-ന് തോപ്പിച്ചെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കും. അവിടുന്ന് ഫയറിങ് കേൾക്കുന്നുണ്ട്. ക്യാമ്പ് ചെയ്യുന്നു അവൻ അവിടെ നിന്ന്. ചെറുക്കന് ഇറങ്ങിയെന്ന് കളിക്കാൻ പോകുന്നു. അവൻ ക്യാമ്പ് ചെയ്യുന്നു. നമുക്കൊരു കാര്യം ചെയ്യുന്നു. പയ്യെ അടിക്കേണ്ടി തോന്നുന്നു. ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ അടിച്ചിട്ട് കയറുന്നില്ല. ഗ്ലൂവാളി ലോക്കാവുന്നു. കൊടുത്ത് കയറി. സോണിയായി. ചെറുതായിട്ട് തട്ടിപ്പ് കാണിച്ചിട്ടാണേലും നമ്മൾ ഈ റൗണ്ട് ജയിച്ചിട്ടുണ്ട്.
ഈ റൗണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് ജയിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് സ്കോപ്പ് ഇട്ടൊന്നും അടിക്കരുത്, പ്രോപ്പറായിട്ട് കളിക്കണം. പറ്റുമോ നോക്കാം. ഒരു കിടിലെ ഹെഡ് ഷോട്ട് കൊടുത്ത് നമുക്ക് ഇപ്രാവശ്യം നോക്ക് ചെയ്യാം. ഹെഡ് ഷോട്ട് ഉള്ളതായിക്കൊണ്ട് അവനെ കുത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. എന്നാലും അവൻ ഹെഡ് ഷോട്ട് കുത്തിപ്പിടിച്ചിട്ട പണിയാണ്. നമുക്ക് കറക്റ്റ് ഹെഡ് ഷോട്ട് കൊടുക്കണം. എന്തോ വരുന്നു പയ്യ ഒളിച്ചിരുന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നു. അതും കയറിയില്ല, ഒന്നും കയറുന്നില്ല. നമുക്ക് കൊടുത്ത് കയറി. നമ്മൾ വുഡ്പക്കറിന് ഒരു കിട്ടിലെ ഹെഡ് ഷോട്ട് കൊടുത്ത് അവനെ ഡൗൺ നോക്ക തീർത്ത്. ആദ്യം വുഡ്പക്കറിന് അടിച്ചപ്പോൾ കയറിയില്ല, പക്ഷെ നമ്മൾ പിന്നെ രണ്ടാമതൊന്ന് മൂവ്മെന്റ് ഇട്ടിട്ട് അടിച്ചപ്പോൾ അത് കയറി. നമ്മളെ പിന്നെ ഇമോട്ടൊന്നും ഇല്ല, എന്നാലും ഹായ് ഇമോട്ട് നമുക്ക് ഉള്ള ഇട്ട് കൊടുക്കാം. ആ ഇമോട്ട് മാത്രമേ ഉള്ളൂ. ടോപ്പിൽ പറ്റില്ല. അത് മറ്റേ അക്കൗണ്ടിലും ആ ഇമോട്ട് മാത്രമേ ഉള്ളൂ, കാരണം അതിനകത്ത് ടോപ്പപ്പ് ചെയ്തിട്ടില്ലേ. എന്നാലും അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ റൗണ്ടാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് പ്രോപ്പർ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് അവനെ നമുക്ക് ഒന്നിട്ട് തന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം. അവൻ കോഡായിട്ട് വരുന്നുണ്ട്. അവൻ്റെ കോഡ ക്യാരക്ടറാണെന്ന് നടക്കുന്നത് 1v1 കളിക്കാൻ. അവൻ്റെ പക്ഷേ അവനെ നമ്മളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നല്ല ഷോട്ടായിരുന്നു. MIT അടിക്കുന്നൊന്നും തോന്നുന്നില്ല. ഉപ്പക്കറിന് അവൻ നമുക്ക് നല്ല ഡാമേജ് നൈസ്. അവൻ സ്കാറൊക്കെ ഗ്രോസൊക്കെ കുത്തി പിടിക്കുന്നു. തീരെ നമ്മളെ അടിയാണെങ്കിൽ ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ നല്ല കളിക്കാൻ അറിയാവുന്ന പ്ലേയേഴ്സ് ആയിരുന്നു നമ്മൾ എപ്പോഴേ തീരുന്നതിന്. നമ്മളിങ്ങനെ ചാടിച്ചാടിക്കുമ്പോഴേ അവന്മാരെ നമ്മൾ അടിച്ചു വിടും. നിങ്ങൾ കമൻറ്റ് കേട്ടോ, നമ്മളിനി ഏതൊക്കെ ടൈപ്പ് ചാലഞ്ച് ചെയ്യണമെന്ന്, നമ്മൾ ഏത് ടൈപ്പൊക്കെ ചാലഞ്ചാണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത നമ്മൾ അത് ഇപ്പുറം വന്നോ. ഒരു കിടിന് ഹെഡ് ഷോട്ട് കൊടുത്ത, പക്ഷേ നോക്കാവില്ല. ഇല്ല 10-12 HP ആയിരിക്കും. നല്ല ഹെഡ് ഷോട്ടാണ് കൊടുത്ത. നമുക്ക് ഹെൽത്ത് കുറവായി, ഒരെണ്ണം കൂടെ അവന് തലയ്ക്ക് കൊടുക്കണം, എന്നാലേ അവർക്ക് തീരത്തുള്ളൂ. സ്ലോ പോകുന്നു. നമ്മൾ അടിച്ചിട്ട് ഗായ്സ്, ഗ്രോസൊക്കെ അടിച്ചിട്ട് ഗായ്സ്, നമ്മൾ ചാടി ഇറങ്ങിയ ടൈമിനെ അടിച്ചിട്ട് ഇമോട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നി വെച്ച് തോപ്പിക്കാൻ നോക്കിയത്. പക്ഷെ 2-2 ഇപ്പം കളിക്കാൻ അറിയാവുന്ന പ്ലേയേഴ്സ് ആയിരുന്നു എപ്പോഴേ തോന്നുന്നത്. നമുക്ക് ഒരു UMP എടുത്ത് നോക്കാം, ഒരു വെറൈറ്റി. ഇത്രയും നേരം നമ്മൾ വുഡ്പക്കർ ഇട്ടല്ലേ കളിച്ച, അവ ഏതായാലും നമ്മളെ കുത്തിപ്പിടിക്കില്ലേ. നമുക്ക് കുറച്ച് ഹെഡ് ഷോട്ട് കൊടുക്കാം UMP ഇട്ട്. UMP വെച്ച് കളിക്കാനൊക്കെ പറ്റും കൈസ്, പക്ഷേ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യത്തില്ല. യൂസൊക്കെ ചെയ്യും, ഒരുപാട് യൂസ് ചെയ്യത്തില്ല. ഇവനായിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പയ്യെ ഗ്ലൂ വാൾ പറഞ്ഞങ്ങോട്ട് വായ എടുത്തില്ല. അവൻ ഗ്ലൂ വാൾ ഇടാത്തത് മുതലാക്കി അവൻ. നല്ല രീതി അടിയുന്നവൻ. MIT അടിക്കുന്നൊന്നും കയറുന്നില്ല, തലയുടെ സൈഡിൽ കൂടെ കൊടുക്കാൻ പറ്റുമോ നോക്കാം. അതും കൊള്ളുന്നില്ല. ഇന്ന് മൊത്തം തോൽവി. ഈ കളി നമ്മൾ തോറ്റാൽ നമ്മൾ തോക്കരുത്. സിറ്റപ്പ് അടിക്കാൻ നോക്കിയത് നടന്നില്ല. പിന്നെ ഷോർട്ട് റേഞ്ച് വന്ന് ഗ്രോസായി കുത്തിപ്പിടിച്ചിട്ട് ഗായ്സ് 2-3 ഈ കളി നമ്മൾ തോക്കരുത്. നമുക്ക് എങ്ങനെയൊക്കെ ജയിക്കണം. ഒരു വെറൈറ്റിക്ക് നമുക്ക് MIT മാറ്റി പിടിച്ചാൽ അടുത്ത റൗണ്ട് തൊട്ട്, അത് ഈ റൗണ്ട് വെച്ച് മാറ്റി പിടിക്കാം. UMP തന്നെ എടുക്കാം. UMP വെച്ച് ഒന്നുകൂടെ ഒന്ന് ഡ്രാഗ് ഹെഡ് ഷോട്ട് കയറ്റാൻ നോക്കാം. പ്രാവശ്യം നമുക്ക് പൊട്ടാസ് വെച്ച് കളിച്ച് നോക്കാം. പൊട്ടാസ് വെച്ച് ഹെഡ് ഷോട്ട് അടിക്കണം നമുക്ക്. പൊട്ടാസ് വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കും. നമുക്ക് നോക്കാം ഹെഡ് ഷോട്ട് കയറുമോ നോക്കാം. പിന്നെ ഗ്രോസ് ഇട്ടൊക്കെയാണ് കുത്തിപ്പിടിക്കുന്നത്, അതുകൊണ്ട് ഒരടിയൊക്കെ കൊള്ളുമ്പോഴേ നമ്മൾ വീഴും.
പൊട്ടാസ് വെച്ച് കയറ്റാൻ പറ്റുമോ? ഒരു ഹെഡ്ഷോട്ട് കൊടുക്കൊടു. ഒന്നും കൊള്ളുന്നില്ലല്ലോ. കൊണ്ട് പൊട്ടാസ് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കും ഗൈസ്. അത്യാവശ്യം നല്ലൊരു ഹെഡ്ഷോട്ട് കൊടുത്തവനെ നമ്മൾ സോണി എനിക്ക് കില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൊട്ടാസ് തന്നെ ഇട്ടാൻ കളിക്കാം. MIT നമുക്ക് അടുത്ത പിന്നെ കാണാൻ എടുക്കാം. ഇപ്പം നമുക്ക് പൊട്ടാസ് ഇട്ട് തന്നെ കളിക്കാം. നമ്മൾ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത എന്തോ ചെയ്യേണ്ടുള്ളത്, സോളോ വീസ് കോഡ്, എന്തെങ്കിലും ഫണ്ണി കസ്റ്റം അല്ലേ, എല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ. അവ എവിടാന്ന് അറിയാൻ വയ്യല്ലേ. ദോ പോന്നു പൊട്ടേനെ കണ്ടില്ലേ. സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ വന്ന പിന്നെയും പടക്കത്തിന് ഒരെണ്ണം കൊടുക്കും. കിട്ടില്ല ഒരു ഹെഡ്ഷോട്ട്. പിന്നെ നമ്മൾ പൊട്ടാസ് വെച്ച് അവൻ്റെ തലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പൊട്ടാസും പടക്കമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. ഞാൻ ചിലപ്പോൾ പൊട്ടാസ് എന്ന് പറയും, ചിലപ്പോൾ പടക്കമെന്ന് പറയും. ഏതായാലും നമ്മൾ പൊട്ടാസിൻ്റെയും പടക്കത്തിൻ്റെയും പവർ കാണിച്ചിട്ട് ഇനി നമുക്കൊരു വെറൈറ്റിക്ക് AWM എടുത്ത് നോക്കാം. AWM സ്കോപ്പ് ഇട്ട് ഹെഡ്ഷോട്ട് അടിച്ച് നോക്കാം, അല്ലെ സ്കോപ്പ് ഇടാതെ അടിക്കാം. നമുക്ക് നോക്കാം ഹെഡ്ഷോട്ട് കയറുമോ നോക്കാം AWM. അവനായിക്കൊണ്ട് അവൻ ഗ്ലൂ വാൾ ഒരുപാട് യൂസ് ചെയ്തില്ല, അതുകൊണ്ട് ഗ്ലൂ വാളിൻ്റെ കവറിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടിക്കാൻ ഇച്ചിരി കൊണ്ട് എളുപ്പമായിരിക്കും. തക്കം നോക്കി അടിച്ചാൽ മതി. കൊണ്ടില്ല അത് നമുക്ക് വേണ്ട. നമുക്ക് ഇച്ചിരി കൂടി ഇപ്പത്തോട്ട് വന്നിട്ട് അടിച്ചു നോക്കാം. അവിടെ നിന്നിട്ട് അടിച്ചാൽ ശരിയാകത്തില്ല, ചിലപ്പോൾ അവൻ ഗ്രോസായിട്ട് നമ്മൾ അടിച്ചു കളയും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് നിന്നിട്ട് അടിച്ചു കൊടുത്ത് ഞാൻ അതിൻ്റെ കർസർ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ആ സാധനം ഇച്ചിരി കൂടെ നീക്കി വെച്ചിട്ട് കൊടുത്ത് കറക്റ്റ് ഹെഡ്ഷോട്ട് ചുമ്മാ വെച്ച് അടിച്ചേ, പക്ഷെ കറക്റ്റ് ഉണ്ട്. അങ്ങനെ 5 റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കളി നമ്മൾ തോക്കുമെന്ന് വിചാരിച്ചത്, പക്ഷെ നമ്മൾ തിരിച്ചു കിട്ടി. 5 റൗണ്ട് നമ്മൾ എടുത്ത് 1 റൗണ്ട് കൂടെ ഉള്ളൂ. നമുക്ക് ഈ കളി നല്ലപോലെ കളിക്കാം. നമുക്ക് അതുകൊണ്ട് ഇത് കളയാം. AWM കളഞ്ഞിട്ട് പൊട്ടാസും UMP ഡെസേർട്ട് കൊടുക്കാം. നമുക്ക് UMP വെച്ച് നമ്മളിതുവരെ കൊന്നില്ലല്ലേ. നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ ഈ റൗണ്ട് വെച്ച് UMP വെച്ച് കളിക്കാം. അവൻ കോഡായിട്ട് ഇപ്പോൾ വരുന്നു. ഇത് അവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഹെഡ്ഷോട്ട് കൊടുക്കും. അവന് കൊടുത്ത് കറക്റ്റ് 1 ബുള്ളറ്റ് എന്ന് നമ്മൾ ഒരു വെടിയെ വെച്ചുള്ളൂ. കറക്റ്റ് ഈ റൗണ്ട് നമ്മൾ എടുത്തു. അങ്ങനെ 6 റൗണ്ടായി. ഞാൻ നേരത്തെ 7 റൗണ്ടെന്നാണ് വിചാരിച്ചത്, ഇപ്പം 7 6 1 റൗണ്ട് കൂടെ ഉണ്ട്. ഈ 1 റൗണ്ട് നമ്മൾ തോക്കാതിരിക്കാൻ നോക്കണം. അവൻ ഗ്രോസായിട്ട് ഇട്ട് തലയ്ക്ക് 2 അടി എങ്ങനെയൊക്കെ തന്നാൽ നമ്മൾ ചാവും. അതുകൊണ്ട് നോക്കി നമ്മൾ കളിക്കണം. ടച്ച് കേട്ട് കളിക്കാൻ പിന്നെ നല്ല രസമാണ്. പിന്നെ നേരത്തെ തണക്കല്ല, കില്ലടിക്കുന്നതനുസരിച്ച് പിന്നെയും റീലോഡ് ആവുന്നുണ്ട്, ഒരു രസമുണ്ട്. കൊന്നുടനെ നമുക്ക് പിന്നെയും റീലോഡ് ആവാം. അവന് ഗ്ലൂ വാളില്ലെന്ന് വയസ്സ്, അവന് നമുക്ക് ഗ്ലൂ വാൾ കൊടുക്കാം. ഗ്ലൂ വാളില്ലെന്ന് പറഞ്ഞ് ഗ്ലൂ വാൾ കൊടുക്കാം. ഒരു ഗ്ലൂ വാൾ നമുക്ക് മാറി കളയാം, അല്ലെ വേണമെങ്കിൽ അടിച്ച് കളയും. കറങ്ങി വരാം, കറങ്ങി വന്നിട്ട് നമുക്ക് കളിക്കാം. ഇതിലേ കൂടെ വരാം. ഈ റൗണ്ട് നമുക്ക് എടുക്കണം കൈസ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കളിയിലൊക്കെ ആവും. സൈഡിൽ കൂടെ ഒക്കെ വന്നു വിളിച്ചിട്ട് പൊട്ടാസ് വെച്ചടിച്ച കൊണ്ടില്ല, പിന്നെയും കൊണ്ടില്ല, അതൊട്ടും കൊണ്ടില്ല. അത് ആകാശത്ത് പോയി. അടിക്കുന്ന അടിയൊക്കെ ആകാശത്തൊക്കെയാണ് പോകുന്നത്. ഓപ്പൺ ചെയ്ത് പഠിക്കുന്നുണ്ട്, കിട്ടിയില്ല. അതൊന്നും കൊള്ളത്തില്ല പൊട്ടാസിൻ്റെ. ഇത്തിരി മുന്നേ കൂടെ പറഞ്ഞില്ല പൊട്ടാസ് എല്ലാം കളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. പൊട്ടാസിന് ഒന്നും കൊള്ളത്തില്ല. ഇതെങ്കിലും ഒന്ന് കൊണ്ടാൽ മതിയായിരുന്നു. UMP വെച്ച് നമുക്ക് കുറച്ച് ഹെഡ്ഷോട്ട് കൊടുത്ത് 2 ഹെഡ്ഷോട്ട് കൊടുത്ത്, പക്ഷെ കുറച്ച് ഡാമേജാണ് കയറിയുള്ളൂ, തോനെയൊന്നും കയറി. നമുക്ക് പൊട്ടാസ് ഇട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് റൗണ്ടിൽ പൊട്ടാസ് ഇട്ട് തന്നെ മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കാം.
ഇവ തല തീരുന്ന കഴിയുമ്പോൾ ഓടി കിടക്കുന്നു, തല പുറത്ത് കാണിക്കുന്നു, അവൻ ബ്ലൂ ആൾട്ട് നമ്മളെ പൊടിയുന്നു. ലാസ്റ്റ് റൗണ്ട് ആയിക്കൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കും. ആ ഗായ്സ് അവനും കളി തുടങ്ങി ഗായ്സ്. അവൻ നമ്മളെ കണക്ക് പൊട്ടാസിട്ട് നമ്മളെ ഇത് വെച്ച് നമ്മളെ തന്നെ അടിച്ച്. ഇത്രയും തന്നെ പൊട്ടാസിട്ട് അവനായിരുന്നു ഗായ്സ് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. അവൻ കളി അടിച്ചു, അവൻ പൊട്ടാസ് എടുത്ത് നമ്മളെ അടിച്ചു. കുഴപ്പമില്ല ഗായ്സ്, ഈ റൗണ്ട് നമുക്ക് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആവുമോ ഇത്? 6ാമത്തെ റൗണ്ട് വരെ എത്തിയിട്ട് ഞങ്ങൾ തോറ്റു പോകുമോ? ഇല്ല, നമുക്ക് ഈ റൗണ്ട് എങ്ങനെയൊക്കെ എടുക്കണം. ട്രൈ ചെയ്യാം. നമുക്ക് ഈ റൗണ്ട് എടുക്കാൻ ട്രൈ ചെയ്യാം, മാക്സിമം നോക്കാം. എല്ലാ പ്രാവശ്യത്തെ കണക്ക് തന്നെ നമ്മളിപ്പോഴും UMPയും പൊട്ടാസും ഡെസേർട്ടും എടുത്തിരിക്കുന്നു. അവ ഇപ്പം ചാടി വരും, നോക്കോ ഇവിടെ എവിടെയെങ്കിലും കാണും അവൻ. ഇതോ ഇരിക്കുന്നു അവൻ. നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ടൈമിലാണ് ഗൂഗിൾട്ട് അവൻ കറക്റ്റ് തരുകയും ചെയ്തു. ഇവിടുന്ന് നമുക്ക് ഡെസേർട്ടിന് അടിക്കാൻ പറ്റുമോ നോക്കിയാലോ. കൊടുത്ത് ഗായ്സ്, ചുമ്മാ അടിക്കാൻ നോക്കിയതാണ് കറക്റ്റ് കൊണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ ഗൂയ അടിച്ചിട്ടുണ്ട്. 7-4 നമ്മൾ ജയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കളി. ശരിയെന്നാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത നമ്മൾ എന്തൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് മാക്സിമം ചെയ്യാൻ നോക്കാം. ഓക്കെ ബൈ.